നമസ്കാരം. ഞാൻ ബിന്ദു നന്ദന. നമ്മുടെ സമൂഹം ഇന്ന് ഏറ്റവും അധികം വലിയൊരു രൂക്ഷമായ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നമ്മുടെ കുട്ടികളെ പോലും അതിൽ പിടിമുറുക്കി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസും എക്സൈസ് ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഇതിൽ ഇടപെടുമ്പോഴും ഇത് ഒരു അന്തർധാരയായി ഇത് കുട്ടികളെ പോലും അതിലേക്ക് ഒരു അഡിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു യുവതലമുറയും അതോടൊപ്പം വരുന്ന ഒരു തലമുറ കൂടിയും ഇത്തരത്തിൽ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പുതിയ തലമുറയെ നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഓരോരുത്തരും അതിൽ നിന്ന് കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. അത് കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമോ അതിൻ്റെ ദൂഷ്യവശങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യമോ കൊച്ചു കുട്ടികൾക്കൊന്നും നമുക്ക് ഇല്ല എന്നുള്ളൊരു സാഹചര്യമാണുള്ളത്. കാരണം ഒരു അധ്യാപിക കൂടിയായി എനിക്ക് കുട്ടികളുമായിട്ട് അടുത്ത് ഇടപഴകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവരുടേതെന്ന പോലെ തന്നെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവർ നേരിടുന്നുണ്ട്. അത് മുതിർന്നവർ മാത്രമല്ല ഇത്തരത്തിലുള്ള മാനസിക സങ്കീർണതകളിലൂടെയൊക്കെ കടന്നു പോകുന്നത്. അപ്പം അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുടുംബത്തിൽ തന്നെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക. അതായത് നമുക്ക് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിൽ മാതാപിതാക്കളുമായി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അതുവഴി അല്ലാതെ മൊബൈലുകളുടെ അനിയന്ത്രിതമായ ഉപയോഗം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥകൾ കുറയ്ക്കുന്നുണ്ട് എങ്കിൽ പോലും അതെല്ലാം നമ്മൾ പരിഗണിക്കുകയും കുട്ടികളാണിപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിക്റ്റിമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അവരറിയാതെ തന്നെ അതിലേക്ക് അഡിക്റ്റ് ആക്കുന്നു. അതുപോലെ തന്നെ അവരെ അതിൻ്റെ വാഹകരാക്കുന്നു. ഇതിൻ്റെ വിപണനവും ബിസിനസ്സിലും ഒക്കെ കുട്ടികളെ അതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതൊന്നും അവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ഇത്തരത്തിലുള്ള രാസലഹരി ഉൾപ്പെടെയുള്ളവ മിഠായികളിലും ഒക്കെ കലർത്തി കൊടുത്ത് അവരെ പോലും ഇങ്ങനെ കുറച്ച് മുതിർന്നു വരുമ്പോൾ അതില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ ബിസിനസ് മാത്രം അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ഒരു തലമുറയെ തന്നെ നശീകരണത്തിലേക്ക് നയിക്കുന്ന പ്രവണതകളാണ് ഇന്നിവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് കുറച്ച് മുതിർന്നവർക്ക് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികൾക്ക് അതിനുള്ള അവബോധമില്ല. അപ്പോൾ ബോധവൽക്കരണം നടത്തുക, ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തുക എന്നുള്ളതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ കുട്ടികളിൽ എന്ന് പറയുന്നത് ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളാണ്. അവരാണ് വിവിധ നിലകളിൽ ശോഭിക്കേണ്ട കുട്ടികളാണ്. എഞ്ചിനീയർമാരായും ഡോക്ടർമാരായും ശാസ്ത്രകാരന്മാരുമായും ഒക്കെ മാറേണ്ട ഒരു യുവതലമുറയെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ലഹരിയുടെ അടിമകളാക്കി ക്രിമിനലുകളാക്കി ഇരുട്ടറകളിലേക്ക് തള്ളുന്നത് എന്ന വളരെ രൂക്ഷമായ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ വാർത്തകൾ ഇപ്പോൾ ഞെട്ടിക്കുന്നതാണ്. പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ലഹരി എത്രമാത്രം നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സമൂഹത്തെ തളർത്തിയിരിക്കുന്നു എന്നുള്ളത്. വളരെ ഉയർന്ന നിലകളിൽ വിദ്യാഭ്യാസം നേടുന്നവർ പോലും കുട്ടികളായിക്കോട്ടെ മുതിർന്നവരെല്ലാം അവരുടെ ഈ ഇത്തരത്തിലുള്ള രാസലഹരികളുടെ ഉപയോഗം നിമിത്തം സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായി തീരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അവർ പോലും അറിയാതെ ഈ ലഹരി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രവണതകൾ ഈ ബോധവൽക്കരണവും കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ള സ്വയം കുട്ടികൾക്ക് നൽകി കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഒരു അവബോധവും ഒരു ചിട്ടയായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു പിന്നാമ്പുറം എന്ന നിലയിൽ ഇത്തരത്തിൽ ദുഷ്ടശക്തികൾ വളരെ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനുള്ള പ്രതിവിധികൾ നമ്മൾ ഇത്തരത്തിലുള്ള കർശനമായ നിയമങ്ങൾ ഇതിന് വേണ്ടി നടപ്പാക്കുക, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബോധവൽക്കരണം നൽകുക, ഇങ്ങനെയുള്ള വിപണനവും അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗവും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അറിയിക്കേണ്ട സർക്കാർ സംവിധാനങ്ങളെ അറിയിക്കുക.
ഇത്തരത്തിലുള്ള നടപടികൾ പലതും വഴിയെ നമുക്ക് ഇത്തരത്തിൽ ഈ ലഹരിയുടെ അനിയന്ത്രിതമായ ഉപയോഗത്തിൽ നിന്ന് നമുക്ക് എല്ലാവരെയും പിന്തിരിപ്പിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രവണതകൾ വ്യാപകമാകുമ്പോൾ നമ്മുടെ സമൂഹം ഉയർന്ന് പ്രവർത്തിക്കേണ്ട ഒരു തലമുറ വളരെ നശീകരണവും അക്രമാസക്തരുമായി മാറുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അതിൽ നിന്ന് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു പിൻവാങ്ങൽ നടത്താൻ എല്ലാവരെയും പ്രേരിപ്പിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്.